2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച സ്കോർ. ഭാരതത്തിന് 188 റൺസാണ് വിജയലക്ഷ്യം. അർദ്ധ സെഞ്ചുറി നേടിയ ഡേവിഡ് മില്ലറും അവസാന ഓവറുകളിൽ തകർത്തടിച്ച സ്റ്റെപ്സുമാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. ഭാരതത്തിനായി ബുംറയ്ക്ക് 3-ഉം അർഷദീപ് 2-ഉം വിക്കറ്റ് വീഴ്ത്തി. അതേസമയം ഭാരതത്തിന് മോശം തുടക്കം. ഇഷാൻ കിഷന്റെ വിക്കറ്റ് നഷ്ടമായി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, ഇപ്പോൾ നടക്കുന്ന കളിയുടെ ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ. അഹമ്മദാബാദിൽ ഇന്ത്യക്ക് വളരെ മോശം തുടക്കം എന്ന് തന്നെ പറയണം. 188 റൺസ് പിന്തുടരുന്ന ഭാരതത്തിന് 2 വിക്കറ്റുകൾ 5 റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായിരിക്കുന്നു. അഭിഷേക് ശർമ്മ ക്രീസിലുണ്ട്. ഇഷാൻ കിഷൻ 0-ന് പുറത്താകുന്നു. തിലക് വർമ്മ 1 റൺസ് എടുത്ത് പുറത്താകുന്നു. അങ്ങനെ 7 പന്തുകൾ എറിയുമ്പോഴേക്കും 5 റൺസ് സ്വന്തമാക്കുന്നു. 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു ഭാരതം. നമ്മൾ ഇന്ന് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ഓഫ് സ്പിന്നർമാരുടെ വരവ് ഭാരതത്തിൻ്റെ ടോപ്പ് ഓർഡറിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4-ൽ 3 മത്സരങ്ങൾ മാത്രമാണ് അഭിഷേക് ശർമ്മ കളിച്ചത്. 3 തവണയും 0-ന് ആദ്യത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ പുറത്താകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അഭിഷേക് ശർമ്മ ഇന്ന് ഓഫ് സ്പിന്നർ മർക്രാം എറിയാൻ വന്നതുപോലെ നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്, മർക്രാം വരാൻ സാധ്യതയുണ്ടെന്ന്. മർക്രാം തന്നെ എറിയാൻ വരുന്നു ക്യാപ്റ്റൻ. നാലാമത്തെ പന്തിൽ ഇഷാൻ കിഷനെ പുറത്താക്കുന്നു. ഈ ഓഫ് സ്പിന്നർമാരുടെ ഏറ് തൽക്കാലം പ്രതിരോധിക്കേണ്ടതില്ല എന്ന് കരുതിയാകണം ഇന്ന് സ്ട്രൈക്കറായി കളിക്കാറുള്ള ആദ്യ പന്ത് മുതൽ നേരിട്ട് തുടങ്ങാറുള്ള അഭിഷേക് ശർമ്മ നോൺ സ്ട്രൈക്കറുടെ വശത്തേക്ക് വന്നത്. പക്ഷേ അവിടെ ഇഷാൻ കിഷന് അടിതെറ്റി വിക്കറ്റ് നഷ്ടമായി പോകുന്നത് നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ തിലക് വർമ്മയും വന്നു. ഈ 3 ബാറ്റർമാരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ഓഫ് സ്പിന്നർമാർക്ക് മുന്നിൽ വട്ടം കറങ്ങുന്നത് നമ്മൾ കണ്ടാണ്. പക്ഷേ ഇഷാൻ കിഷൻ താരതമ്യേന വലിയ ഷോട്ടുകളിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ അഭിഷേകും തിലകും ഈ എല്ലാ മത്സരങ്ങളിലും ആദ്യ ഓവറിൽ തന്നെ ബാറ്റ് ചെയ്യാൻ വരേണ്ടി വന്നതുകൊണ്ട് തിലക് വർമ്മയ്ക്ക് കുറച്ച് സൂക്ഷിച്ച് കരുതലോടെ കളിക്കേണ്ടി വന്നു. ഇന്ന് പക്ഷേ പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അഭിഷേക് ശർമ്മ അവിടെ ക്രീസിലുണ്ട്. സൂര്യകുമാർ യാദവ് നേരിട്ട് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഇരുവരുടെയും പ്രകടനം ഒരുപക്ഷെ ടീമിന് മുതൽക്കൂട്ടാകണം. കാരണം അഭിഷേക് എപ്പോഴും അറ്റാക്ക് ചെയ്ത് മാത്രം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കളിക്കാരനാണ്. അത് ഏത് ബൗളർ ആയിക്കോട്ടെ, അടിക്കുക എന്നതാണ് അഭിഷേകിൻ്റെ ഒരു ശൈലി. മികച്ച പ്രകടനം പല മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നുമുണ്ട്. പക്ഷേ ആദ്യ മത്സരത്തിൽ 0-ന് പുറത്താകുന്നു. രണ്ടാമത് വയറിന് അസുഖം ബാധിച്ച് കളിക്കാതെ ഇരിക്കുന്നു. മൂന്നാമത്തെ മത്സരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം കളിക്കേണ്ടി വന്നതാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ പുറത്താകുന്നു. അടുത്ത മത്സരത്തിലും 0-ന് തന്നെ പുറത്താകുന്നു. ഇന്ന് നേരിട്ട് ആദ്യ പന്ത് ബൗണ്ടറി അടിച്ചാണ് അഭിഷേക് ശർമ്മ തുടങ്ങിയിരിക്കുന്നത്. അഭിഷേകും സൂര്യകുമാറും ക്രീസിൽ എത്ര നേരം നിലയുറപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാകും ഭാരതത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ടോപ്പ് ഓർഡർ അടക്കം 7 ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാർ ഇറങ്ങുന്നത് എങ്ങനെ തിരിച്ചടിയാകുന്നു എന്നാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. ആദ്യ മത്സരങ്ങളിൽ താരതമ്യേന ദുർബലരോട് പോലും അഭിഷേക് ശർമ്മ അടക്കമുള്ളവർ പരുങ്ങുന്നത് നമ്മൾ കണ്ടു. തിലക് വർമ്മ കൂടുതൽ പന്തുകൾ കളിച്ച് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ 2 വിക്കറ്റുകൾ വീഴുന്നത് ഭാരതത്തിന് വലിയ തിരിച്ചടിയാണ്. ഇനി സൂര്യകുമാറും അഭിഷേക് ശർമ്മയും മികച്ച ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തണം. അല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബെയും റിങ്കു സിംഗും വാഷിംഗ്ടൺ സുന്ദറും അടക്കമുള്ളവർ കൂടുതൽ കരുതലോടെ കളിച്ച് ഭാരതത്തിന് വിജയത്തിലെത്തിക്കണം. കൃഷ്ണരാജ, നമ്മൾ ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളാണ് ഭാരതവും ദക്ഷിണാഫ്രിക്കയും. പക്ഷേ ഇത്തവണ ആ ഒരു പ്രതീക്ഷ, കഴിഞ്ഞ തവണ ഭാരതം വിജയിക്കുകയും ചെയ്തു. ഇത്തവണ തുടക്കത്തിൽ ഒരു പതർച്ച ഭാരതത്തിന് കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ആ പതർച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ദക്ഷിണാഫ്രിക്കയുടെ വശത്തേക്ക് വന്നാൽ അവർ ഇന്ന് ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഈ അഹമ്മദാബാദിൽ ഇത്തവണ നടന്ന 4 മത്സരങ്ങളിൽ 3-ലും ആദ്യം ബാറ്റ് ചെയ്തവരാണ് ജയിച്ചത്. അതേസമയം അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് മറികടക്കുക, എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും മറികടക്കുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് ഭാരതത്തിനും പ്രതീക്ഷ നൽകുന്നു. പക്ഷേ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളും ബാറ്റ് ചെയ്തേനെ എന്നാണ്. പക്ഷേ ചേസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അങ്കലാപ്പില്ല എന്നും പറഞ്ഞു. പക്ഷേ 188 എന്ന ലക്ഷ്യം അത്ര ചെറുതല്ല അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ. അത് ആദ്യ 2 വിക്കറ്റുകൾ 5 റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായ സാഹചര്യത്തിൽ ഭാരതത്തിന് അതത്ര എളുപ്പവുമാവില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 13 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ റോൾ ഈ മത്സരത്തിലുണ്ട് എന്ന കാര്യം സംശയം വേണ്ട. മറ്റൊന്ന്, 2020 വേൾഡ് കപ്പിൻ്റെ കഴിഞ്ഞ തവണത്തെ ഫൈനലിൽ
ഭാരതം അവസാന നിമിഷം നാടകീയമായ വിജയമാണ് 7 റൺസിന് പിടിച്ചു വാങ്ങിയത്. അവരുടെ കൈവശമുണ്ടായിരുന്ന മത്സരം ദക്ഷിണാഫ്രിക്ക ലോക കിരീടം നേടുമെന്ന് തോന്നിപ്പിച്ച സമയം. പക്ഷേ ബുംറയുടെ മികച്ച ബൗളിങ്ങും സൂര്യകുമാർ യാദവിന്റെ ബൗണ്ടറിയിലെ ഒരു ഉഗ്രൻ ക്യാച്ചും അതായിരുന്നു ഭാരതത്തിന് വിജയം സമ്മാനിച്ചത്. ഇതുവരെ മൊത്തം 7 മത്സരങ്ങളാണ്. ഇതുവരെ ഇത് 8ാമത്തെ മത്സരം. 7 മത്സരങ്ങൾ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ലോകകപ്പിൽ 2020 ലോകകപ്പിൽ കളിച്ചു. 5 തവണ ഭാരതം വിജയിച്ചു, 2 തവണ ദക്ഷിണാഫ്രിക്കയും. തീർച്ചയായും വളരെ കൃത്യമായി നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച സ്കോറാണ്. ഭാരതത്തിന് 188 റൺസാണ് വിജയലക്ഷ്യം. അർദ്ധ സെഞ്ചുറി നേടിയ ഡേവിഡ് മില്ലറും അവസാന ഓവറുകളിൽ തകർത്തടിച്ച സ്റ്റബ്സുമാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ്.